എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിൽ ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും വിട്ടുമാറാത്ത വയറുവേദനയ്ക്കും നിർദ്ദേശിക്കുന്ന ഏറ്റവും ശക്തമായ ഔഷധാരിഷ്ടങ്ങളിലൊന്നാണ് ചിത്രകാരിഷ്ടം. കൊടുവേലി അഥവാ ചിത്രകം പ്രധാന ചേരുവയായി വരുന്ന ഈ മരുന്ന് ചർമ്മ പ്രശ്നങ്ങൾക്കും പൈൽസ് രോഗങ്ങൾക്കും കരളിലെ അസുഖങ്ങൾക്കുമുള്ള അത്ഭുത ഔഷധമാണ്. ചിത്രകാരിഷ്ടത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ഉപയോഗിക്കേണ്ട രീതിയും നോക്കാം. വിട്ടുമാറാത്ത ദഹനക്കേടിനും വിശപ്പില്ലായ്മയ്ക്കും 15 മുതൽ 25 മില്ലി വരെ ചിത്രകാരിഷ്ടം തുല്യ അളവ് വെള്ളത്തിൽ ചേർത്ത് ദിവസവും 2 നേരം ഭക്ഷണത്തിന് തൊട്ട് പിന്നാലെ കഴിക്കുക. ഇതിലെ പ്രധാന ചേരുവയായ കൊടുവേലയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ആമാശയത്തിലെ ദഹനരസങ്ങളെയും എൻസൈമുകളെയും ശക്തമായി ഉത്തേജിപ്പിക്കുകയും വിശപ്പ് കൂട്ടുകയും ചെയ്യുന്നു. ഒരു കാരണവശാലും വെറും വയറ്റിൽ ഇത് കഴിക്കരുത്. ഇത് വയറ്റിൽ കഠിനമായ നീറ്റൽ ഉണ്ടാക്കിയേക്കാം. പൈൽസ് മൂലമുള്ള അസ്വസ്ഥതകളും ദഹനക്കുറവുമുള്ളവർ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണത്തിന് ശേഷം കൃത്യമായ അളവിൽ ചിത്രകാരിഷ്ടം വെള്ളം ചേർത്ത് കഴിക്കുക. ഇത് കുടലിലെ രക്തചംക്രമണം സുഗമമാക്കുകയും മലദ്വാരത്തിന് ചുറ്റുമുള്ള ഞരമ്പുകളിലെ വീക്കം കുറയ്ക്കുകയും പൈൽസ് ചുരുങ്ങാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ പൈൽസ് മൂലം അമിതമായി രക്തസ്രാവം ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കരുത്. ഇത് ഉള്ളിലെ ചൂട് കൂട്ടി ബ്ലീഡിംഗ് വർദ്ധിപ്പിച്ചേക്കാം. ആഹാരം കഴിച്ച ഉടനെ വയറ് വീർപ്പ് മുട്ടലും ഗ്യാസ് കെട്ടിക്കിടക്കുന്ന അസ്വസ്ഥതയും ഉള്ളപ്പോൾ ദിവസവും 2 നേരം ഈ ഔഷധം കഴിക്കാം. ഇത് കുടലിലെ ചലനങ്ങളെ കൃത്യമാക്കുകയും ദഹിക്കാത്ത ആഹാരം കാരണമുണ്ടാകുന്ന ഗ്യാസ് കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ കഠിനമായ അസിഡിറ്റിയോ അൾസറോ ഉള്ളവർ ഇത് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിപ്പിഡ് മെറ്റബോളിസം കുറവായ അവസ്ഥകളിൽ നിർദ്ദേശപ്രകാരം ഈ മരുന്ന് ഒരു കോഴ്സായി കഴിക്കാം. കൊടുവേലിയിലെ ഘടകങ്ങൾ കരളിലെ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് അനാവശ്യമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യും. എന്നാൽ കഠിനമായ ലിവർ സിറോസിസ് ഉള്ളവർ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ആഹാരം കഴിച്ച ഉടനെ മലവിസർജനം നടത്താൻ തോന്നുന്ന അവസ്ഥയുള്ളവർ ദിവസവും ഓരോ നേരം ഇത് വെള്ളം ചേർത്ത് കഴിക്കുക. ഇത് കുടലിലെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ആഹാരത്തിലെ പോഷകങ്ങളെ ശരീരം വേഗത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ കടുത്ത വയറിളക്കമുള്ള ദിവസങ്ങളിൽ ഈ മരുന്ന് കഴിക്കരുത്. അമിത വണ്ണവും ശരീരത്തിൽ കഫക്കെട്ടുമുള്ളവർ ദിവസവും രാത്രി ഭക്ഷണത്തിന് ശേഷം ഈ അരിഷ്ടം കഴിക്കുക. കൊടുവേലി കൊഴുപ്പെരിയിച്ച് കളയുന്ന ഒരു ഔഷധമാണ്. ഇത് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പുകളെ ഉരുക്കി കളയാൻ സഹായിക്കും. എന്നാൽ ഇതൊരു കഠിനമായ ഔഷധമായതിനാൽ തടി കുറയ്ക്കാൻ വേണ്ടി മാത്രം ഇത് അമിതമായി കഴിക്കരുത്. വാതരോഗം മൂലം സന്ധികളിൽ കഠിനമായ വേദനയും നീർക്കെട്ടുമുള്ളവർ ദിവസം 2 നേരം ഇത് കഴിക്കുക. ആയുർവേദ പ്രകാരം ഇത് ശരീരത്തിലെ ദഹിക്കാത്ത ടോക്സിനുകളെ നശിപ്പിക്കുന്നു. ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വാതവേദന കുറയ്ക്കാനും സഹായിക്കും. എന്നാൽ വാദത്തോടൊപ്പം ശരീരത്തിൽ അമിതമായ ചൂട് അനുഭവപ്പെടുന്നവർ ഇത് അളവ് കുറച്ചുപയോഗിക്കണം. ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ ഉള്ളവർ ദിവസവും രാത്രി ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കുക. ഇത് രക്തത്തിലെ അശുദ്ധിയെ മാറ്റുകയും ദഹനവ്യവസ്ഥ മെച്ചപ്പെടുത്തി ചർമ്മത്തിന്റെ സ്വാഭാവിക ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ചർമ്മത്തിൽ കഠിനമായ പൊള്ളലോ നീറ്റലോ ഉള്ളപ്പോൾ ഇത് കഴിക്കരുത്. കുടലിലെ പേശിവലിവ് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉള്ളപ്പോൾ ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കുക. ഇത് കുടലിലെ വായുക്ഷോഭത്തെ ശാന്തമാക്കുകയും ആമാശയ പേശികൾക്ക് സ്വാഭാവികമായ അയവ് നൽകുകയും ചെയ്യുന്നു. ആഹാരം കഴിച്ച ശേഷം കഠിനമായ ഉറക്കവും മന്ദതയും അനുഭവപ്പെടുന്നവർ ദിവസവും ഉച്ചയ്ക്ക് ഇത് കഴിക്കുക. ഇത് ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂട്ടുകയും ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളെ പെട്ടെന്ന് ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ രാത്രി വൈകി കഴിക്കുന്നത് ചിലരിൽ ഉറക്കക്കുറവിന് കാരണമായേക്കാം. പ്രായമായവരിൽ ഉണ്ടാകുന്ന വിശപ്പില്ലായ്മയ്ക്കും മലബന്ധത്തിനും ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം ചെറിയ അളവിൽ ഇത് നൽകാം. പ്രായമാകുമ്പോൾ ദഹനരസങ്ങളുടെ അളവ് കുറയുന്നത് പരിഹരിക്കാൻ ഇത് സഹായിക്കും. എന്നാൽ പൈൽസ് ഉള്ളവർക്ക് ബ്ലീഡിംഗ് സാധ്യത ഉണ്ടെങ്കിൽ ഇത് നൽകരുത്. ദഹനക്കുറവിനോടൊപ്പം കഫക്കെട്ടുമുള്ളവർ ദിവസവും ഇളം ചൂട് വെള്ളത്തിൽ ഇത് കഴിക്കുക. കൊടുവേലിയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ തൊണ്ടയിലെയും നെഞ്ചിലെയും കട്ടികൂടിയ കഫത്തെ അലിയിച്ചു കളയാൻ സഹായിക്കും. എന്നാൽ കഠിനമായ വരണ്ട ചുമ ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കൈകാലുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾക്കും വാതദോഷങ്ങൾക്കും ദിവസവും രാത്രി ചൂടുവെള്ളത്തിൽ ഇത് കഴിക്കാം. ഇത് ശരീരത്തിലെ അമിതമായ ജലാംശത്തെ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും പുറന്തള്ളാൻ സഹായിക്കും. എന്നാൽ വൃക്കരോഗം മൂലമുണ്ടാകുന്ന നീരിന് ഇത് സ്വയം കഴിക്കരുത്. ശരീരത്തിൽ അനാവശ്യ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ക്ഷീണം തോന്നുന്നവർ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കുക. ഇത് രക്തശുദ്ധി വരുത്തുകയും കുടലിലെയും ആമാശയത്തിലെയും പഴകിയ അവശിഷ്ടങ്ങളെ പൂർണ്ണമായി പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നത് നിർത്തണം. സാധാരണയായി ഇത് 12 മില്ലി മുതൽ 20 മില്ലി വരെ ഏകദേശം 2 വലിയ ടേബിൾ സ്പൂണാണ് കഴിക്കേണ്ട അളവ്.